കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാരെ വിളിക്കാം. ചിരിച്ചുകൊണ്ട് ആദ്യം വന്നത് ടിനിച്ചേട്ട, നസീറിക്ക, ആൻ പ്രസാദേട്ടാ. നമസ്കാരം. നമസ്കാരം. സുഖങ്ങളൊക്കെ തന്നെ? സുഖങ്ങൾ തന്നെ. ഉഷാറായിരിക്കണല്ലേ അല്ലേ? തന്നെ. സ്കിറ്റ് ഒരെണ്ണം കണ്ടാലോ? അതാണ്, ഒട്ടും സമയം കളയാതെ അതങ്ങ് വിളിക്കുക. പക്ഷേ അതിനു മുമ്പ് നമുക്ക് തൃശ്ശൂരിന്ന് കുറച്ച് നല്ല ഐശ്വര്യ ചേച്ചിമാരും കുഞ്ഞുമക്കളൊക്കെ വന്നിട്ടുണ്ട്. അവർ തൃശ്ശൂർ പട്ടിക്കാട് PC ഡാമിന് അടുത്തുനിന്നുള്ളവരാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്കിറ്റ് കണ്ടേ? എന്നാൽ ആദ്യം സ്കിറ്റ് എടുക്കട്ടെ. നമ്മളൊരു ഐഡിയ എന്നേ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം മേറയുടെ ടീം മാസ് ആണ് പെർഫോം ചെയ്യാൻ വരുന്നത്. കാരണം ചിരിച്ച് വരച്ചിട്ടുണ്ട് അവർ സ്കിറ്റ് കണ്ടിട്ട്. മനോജ് ചേട്ടൻ, അജയ് ചേട്ടൻ, സുമി വിളിക്കട്ടെ. പ്രസിഡന്റ് വിളിക്കുന്ന എന്റെ ദൈവമേ. ഹലോ പ്രസിഡന്റേ, ഒമ്പണിക്കല്ലേ? ഞാൻ വരും. ഞാനല്ലേ സെക്രട്ടറി. ഞാൻ വന്നിട്ട് ആ പ്രമേയം അങ്ങ് പാസ്സാക്കിയേക്കാം നമുക്ക്. ഞാൻ വരാനേ ഇറങ്ങിയപ്പോഴാണ് ഓഫീസിൽ നിന്ന് വിളിച്ചതേ. അപ്പോൾ അത്യാവശ്യമായിട്ട് നീക്കേണ്ട 2 ഫയലുണ്ടായിരുന്നു. അതൊന്ന് ഒപ്പിട്ട് കൊടുക്കണേന്ന് പറഞ്ഞ് ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ ഈ മാലിന്യം തുടച്ച് തൂത്ത് മാറ്റുന്ന ഒരു ഫയലായിരുന്നേ. അതിനകത്ത് ഞാൻ ഒപ്പിട്ടോണ്ടിരിക്കുക. വന്നേക്കാം കേട്ടോ. ഓക്കെ ഞാൻ എത്തിയേക്കാം. അയ്യോ ഹൃദയേട്ടോ, എന്തോ മോളെ അതവിടെ ഇട്ടേരാ, ഞാൻ തൂത്തോളാന്ന്. മോളെ നീ അല്ലേ എന്നും തൂക്കുന്നത്? ഇന്ന് ഞാൻ അങ്ങ് തൂക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഈ ചൂല് പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ നിന്റെ കയ്യ്? വേണ്ട, ഞാൻ തൂത്തോളാം. അതല്ല, എന്നാലും ചുമ്മാ അത് അവിടെ ഇട്ട് നാട്ടുകാർ കണ്ട എന്തോ പറയുന്ന നാണക്കേടാ ചേട്ടാ. നാട്ടുകാരാന്നോടി എനിക്ക് നിനക്ക് ചെലവിന് തരുന്നത്? നിനക്ക് കൈ പിടിക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, നാട്ടുകാർക്ക് അറിയത്തില്ല. നാട്ടുകാർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം സമാധാനം കേട്ടോ. നാട്ടുകാർ എന്തോടാ ഉത്തരവാടാ? നീ ഒരു സാരി ഉടുക്കടാ, എന്നിട്ട് ഹൃദയകുമാർ എന്നുള്ള നിന്റെ പേര് മാറ്റിട്ട് ഹൃദയകുമാരി നാക്കടാ. പെണ്ണുമ്പിള്ളയുടെ അടിമേ പോടാ. വിശക്കുമ്പോ മാത്രം വീട്ടിൽ കയറുന്നോനെ പോടാ. നീ നിന്റെ പണി നോക്കണം കേട്ടോ. എന്റെ വീട്ടിലെ ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ തന്നെ ഈ ആണുങ്ങൾ വീട്ടില് പണി ചെയ്ത് എന്താ കുഴപ്പമില്ല ചേച്ചി? ചെയ്തില്ല, എല്ലാവരും ചെയ്തില്ലേ വീട്ടില്? അതങ്ങനെ ഇന്ന് നമുക്ക് ചൂല് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തു, ഒരു കുഴപ്പമില്ല. ഞാൻ തുണി അലക്കും, പാത്രം കഴുകും, ചോറും കറി എല്ലാം വെക്കും, തൂത്ത് ഉടയ്ക്കുകയും ചെയ്യും. ഇവിടെ പലരും ഒരേ കെട്ടി വന്നിരിപ്പുണ്ട്. വീട്ടിലോട്ട് ചെല്ലണം ആ ദിവസങ്ങളിൽ. വിറക് കീറുന്നതും വെള്ളം കോരുന്നതും റേഷൻ കടയിൽ പോകുന്നതും ഒക്കെ കാണാം. ചിലരാണെങ്കിൽ കറിക്കരിയുന്നത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് റീലാക്കും. ഇന്ന് വന്നില്ല പുള്ളി. അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് ഈ അപ്പുറത്തെ ഉത്രാടനില്ലേ, അവൻ ചുമ്മാ ചൊറിയ വന്നേ. അവന്റെ ആവശ്യമില്ലാത്ത സമയത്തെ കോമഡി. അവനെന്തോ സഹകരണ ബാങ്കിലെ കലണ്ടറാന്നോടി. സർവ്വസമയം അവന്റെ ജെല്ലെ തൂങ്ങിക്കിടന്ന് ഇങ്ങോട്ട് നോക്കുന്ന കാണാം. ഈ പാത്രം ഇത് എന്തോ പാത്രത്തിൽ തൊടരുത്. കൈ നോക്ക്, കൈ പാത്രം പിടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? ആവശ്യമില്ലാത്ത ഉണ്ടാക്കരുത് പണിയൊന്നും. ഇങ്ങോട്ട് വാ. കൈ എത്ര നേരം കൊണ്ട് അകത്തിരിക്കുക? ഇവിടെ വന്നാൽ കൈ ഇച്ചിരി കാറ്റ് കൊള്ളിക്കുക, പെട്ടെന്ന് ഉണങ്ങട്ടത്. ഉണങ്ങിയില്ല മോളെ ഇത്? ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ നനച്ചു കൊടുക്കണം. 2 ദിവസമെങ്കിലും വേണം ഇതൊന്ന് സെറ്റ് ആവാൻ. ഇത് മൈലാഞ്ചി ആണോ അതോ കോൺക്രീറ്റ് ചെയ്തേക്കോണോ? എന്ത് പണി ഇതിങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വേണമായിരുന്നു. തലയൂരി പോകുമേ. ഇതല്ല, നമ്മള് ശോഭന മാമിയുടെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ കൊച്ചിന്റെ കൈ ഇട്ടേക്കുന്ന മൈലാഞ്ചി ഇങ്ങനെ കുരു എന്ത് രസമായിരുന്നു. ഇവിടെ വരെ ഉണ്ടായിരുന്നു. ആ കൊച്ചിന്റെ കൈയുടെ മൈലാഞ്ചിന്റെ കാര്യം ഓർമ്മിക്കില്ലേ? ദക്ഷിണ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയെന്ന്. പെരുമ്പാൻ പെരവിഴുങ്ങാൻ വരുന്ന പോലെ എന്തോ ഡിസൈൻ അടിയാ വരച്ചു വെച്ചേക്കുന്നത്. ആ ഭാഷണൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കരയോത്തിന് പോകണോ എനിക്ക്? ഞാൻ പറഞ്ഞതാ തൂക്കണ്ടെന്ന്. എന്തുവാ കുഴപ്പം? വേണ്ട കണ്ടോ,
ഇതാ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാ വേണ്ട വേണ്ട ശ്ശെ, സാരമില്ല. വേണ്ട അത് കൊണ്ട് വെക്ക ജൂല് ഇപ്പൊ ഓക്കെ അല്ലേ? അതുകൊണ്ട് കണ്ടോ അതെ ഈ വേണ്ടാന്ന് പറഞ്ഞാ അത് കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അതുകൂടെ ഏതാ? വേണ്ട ശ്ശെ, വേണ്ടാന്ന്. ഇല്ല, കുഴപ്പമില്ല. കൊണ്ട് വെക്ക ചുമ്മാ ജൂല് വേണ്ട 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 ഓ വേണ്ട ഈ മേശയുടെ അടിയൊക്കെ കണ്ടോ ചെരുപ്പിന്റെ അടി പോലെ മണ്ണ ഞാൻ പറഞ്ഞതാ വേണ്ട അത് എങ്ങനെ കേക്കത്തില്ല നിർബന്ധം എന്ന് പറഞ്ഞാ ആ നിർബന്ധം ഇത് പൂച്ചയുടെ പാല് പൂച്ചയുടെ പാല് പൂച്ചേട്ടാ, ചൂല. ആ ഹൃദയേട്ടാ ഏ? വിശക്കുന്നു. ഓ സോറി മോളെ, നിനക്ക് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ ഓർത്തില്ല കേട്ടോ. അല്ല ഞാൻ കുഴപ്പമില്ല ഞാൻ കഴിക്കും വേണ്ട, ഞാൻ വാരി തരൂ. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കടി. ഞാനാന്ന് പറയും സത്യം പറയാ ഞായറാഴ്ച ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ചേട്ടൻ വീട്ടിലെ ജോലി എല്ലാം ചെയ്യും. ഭർത്താക്കന്മാരെ കൊണ്ട് ഈസി ആയിട്ട് ജോലി ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാ ഇത്. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ല, സത്യമായിട്ട് ഞാൻ നിർബന്ധിച്ചിട്ടല്ല. ഹൃദയത്തിന് എനിക്ക് കിട്ടിയത് എന്തോ ഭാഗ്യമാണെന്നറിയാമോ? നിങ്ങൾക്ക് ആരെ ഭാഗ്യമുണ്ടോ? ജോലിയൊക്കെ ചെയ്യോ? ചെന്ന് വയ്യ. ഇരിക്കടി. സത്യം പറഞ്ഞാലേ ഇത് കഴിച്ചിട്ട് നീ ചോദിക്കും എങ്ങനാ ഇത് ഉണ്ടാക്കിയത്. ഞാൻ കൂട്ട് പറഞ്ഞു തരത്തില്ല കേട്ടോ. ഒരു ഇതും കൂടെ എടുക്കാം. ഒരു ഗ്രീൻ പീസ് കൂടെ. പാതർന്നാട്ടെ. അയ്യോ, എന്റെ ഭാര്യ മഞ്ജുള കാണാനില്ല. ഞാനാ? വായുടെ പുറകിലുണ്ടായിരുന്നില്ലേ? മുടി 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 നെറുകനത്ത് കയറാൻ നോക്കണം. പറഞ്ഞു നിറയെ കെട്ടി. ഞാൻ കുപ്പി തുറക്കുന്ന ഒരു ഇത് ഓർത്തു പോയി പെട്ടെന്ന്. ചൂലെടുത്തിട്ട് കൈ കഴുകിയായിരുന്നോ? അതെന്തോ ഒരു മാറ്റം, 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 മാറ്റം. ഞാൻ കഴുകുമോ? കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ. ആ, അടി തരും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഗ്രീൻ പീസ് ഉണ്ടല്ലോ ഇഷ്ടമല്ല. ഉത്രാടം വന്നിട്ടുണ്ട്, അസ്ഥാന കൗണ്ടറുകാരൻ. അതിന്റെ ഉണ്ട് എന്തിനും പറഞ്ഞിട്ട് പോട്ടെ. ഇച്ചിരി മാറ്റി വെച്ചാൽ കൊതിക്ക് വരും. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞടാ. ആരെ കൊടുക്കാന്ന്? വാരി കൊടുക്കണം. കൈ എന്താ പറ്റി, പനിയാന്നോ? അല്ലല്ല. ഉം. കാണാൻ വരുമായിരുന്നു. ഓ, ഹെന്ന. ഏ? ഹെന്ന. എന്താടാ മൈലാഞ്ചി. എന്താടാ മൈലാഞ്ചി ഇട്ടേക്ക് വന്നു. എന്നോടെ കാണാം എന്റെ ഭാര്യ മിനി പറയാന്നെങ്കിൽ കേട്ടല്ലോ. ആ. അവിടെ മോന്ത ഞാൻ അടിക്കാൻ പറയും. നിനക്കതേ പറഞ്ഞത്, നിനക്ക് സ്നേഹമൊന്നും ഇല്ലല്ലോ. ഭാര്യമാരെയൊക്കെ സ്നേഹിക്കാൻ പഠിക്കണോടാ. വെള്ളപ്പൊക്കം വരാൻ തുടങ്ങുവാന്ന് തോന്നുന്നു കേട്ടോ. അതിനോടാ ഭയങ്കര മഴയാന്നോ? അല്ല, ഒലിക്കുന്നു. ഒന്നുമില്ല, നിനക്കത് അറിയത്തില്ല. സ്നേഹത്തിന്റെ വില നിനക്ക് അറിയത്തില്ലടാ. ഭാര്യയെ സ്നേഹിക്കണം. നീ സ്നേഹിക്കോ ഭാര്യയെ? കല്യാണം കഴിഞ്ഞിട്ട് 2-ാം ദിവസം ഞാനത് കളഞ്ഞ്. വല്ലപ്പോഴും അടുക്കള വെച്ച് കണ്ടാലായി സംസാരിച്ചാലോ, അത്രേ ഉള്ളത്. അപ്പൊ ഇനി എന്ത് ഇനി എന്ത് എവിടെയാണ് കാണും. ഞാൻ രാവിലെ 2 കിലോ ഇറച്ചിയും 1 കിലോ കപ്പയും മാച്ച് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട്. വേണേ ഉണ്ടാക്കും. കുറച്ച് കുടിച്ചോ? ഇറച്ചി വാങ്ങിച്ചു. ഞങ്ങൾ ഇറച്ചി വാങ്ങിച്ചു. നിങ്ങൾ ഇറച്ചി വാങ്ങിച്ചോ? ഇല്ല. ഇപ്പൊ പറയണ്ടായിരുന്നു. ഞങ്ങൾ അടിയനൊക്കെ വരുന്നുണ്ടേ, തികയത്തില്ല. ഇനി എന്തിനാ പറഞ്ഞേ? മിനി അവിടെ ഉണ്ട്. മിനി എന്തിനാ തിരക്കുന്നത്? എനിക്ക് അവിടെ കാര്യം പറഞ്ഞല്ലോ കേട്ടോ. മതിയടാ. എന്ത് ഇപ്പടാ ചുമ്മാ എന്റെ ഈ പരിപാടി. യ്യോ. ഞാൻ എടുത്തോളാം. അങ്ങനെ പിടിച്ചോണ്ട് ഇവിടെ ഒന്നും പറ്റിയില്ല. വെളുപ്പിനെ 3 മണി മുതലേ 9 മണി വരെ ഇരുന്ന് കുത്തിയിരുന്ന് വച്ച സാധനമാണ്. നേരം ഞാനത് നോക്കി. അല്ല എന്തൊരു മണ്ടിയടി നീ. സമയമായി കരയോഗത്തിന് പോവാം. ചിരിക്കോ ചിരിക്കോ ചിരിക്കോ. മൈലാഞ്ചി ആർത്തുകാരാ ഇവിടെ ചെറുക്കാരൻ നോക്കി ഒരു ഒറ്റ ഓട്ടം കൊണ്ട് വെച്ച് കൊടുക്കടാ. എന്റെ നേരത്തെ വെച്ചാൽ നീ വീട്ടിൽ ചെയ്യും ഇങ്ങനെ. ഞാൻ പൊട്ടിക്കും ഞാൻ. ഇങ്ങനെ. അഞ്ജുഷേ, ഇവരിപ്പോ വിചാരിച്ച് ഞാൻ നിന്നെ അടിക്കും. അത് കണ്ട് സന്തോഷിക്കാൻ നിന്ന അവിടെ. അതിന്റെ പണി കണ്ടു നോക്ക്. ഇതേ വേറൊരു ഷർട്ട് ഇട്ടാ തീരാന്ന് വിഷയം. മോങ്ങണ്ട് പോവാ. പോവാ. ആ പോ, അതാ നല്ല നിനക്ക്. പോ കോമഡി. അത് കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ. ചുമ്മാ അവൻ പോട്ടടി. ചുമ്മാ അവന്റെ കോമഡി. അതെ കണക്കൊക്കെ നല്ലതായിട്ടില്ല എഴുതിയിരിക്കുന്നേ. സന്തോഷം. കപ്പ നട്ട് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ഈ വാസുക്കുട്ടൻ എന്നും പോയിട്ട്
ഈ കപ്പ മാന്തി എടുക്കും രാത്രി ആ. കുറച്ച് മാന്തി എടുത്തിട്ട് മണ്ണ് വാരിയിടും. ആ. പിറ്റേ ദിവസം ഈ സന്തോഷിനെ കാണുമ്പോ ഈ വാസ്തുകൂട്ടൻ എന്താ പറഞ്ഞെന്നറിയോ? എന്തുവാ? സന്തോഷം സൂക്ഷിക്കണം, നിന്റെ കപ്പയ്ക്കകത്ത് പന്നി കയറുന്നുണ്ടെന്ന്. അപ്പൊ സന്തോഷം ഒരൊറ്റ അടിയും കൊടുത്തിട്ട് ഒരു വാക്കും പറഞ്ഞു. എന്തുവാ? ഏത് പന്നിയാടാ കപ്പ വാക്കത്തേക്ക് വെട്ടിയെടുത്തിട്ട് പോന്നേന്ന്. മനസ്സിലായില്ലയോ? വാസുകുട്ടൻ ചേട്ടനെ സന്തോഷിനോട് പറഞ്ഞില്ലയോ കപ്പ എലി എടുത്തോണ്ട് പോന്നെന്ന്? ഏത് വാക്കത്തി കൊണ്ടാ എലി വെട്ടിക്കൊണ്ട് പോന്നെന്ന് എലി കത്തി ഉപയോഗിക്കുമോ? അയാളെ കട്ടെടുത്തെന്ന്. അതാണ് സംഭവം. ഇപ്പോഴല്ലേ മനസ്സിലായേ? അല്ലേലും ഹൃദയകുമാരേട്ടൻ അങ്ങനെ ചില കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ പതുക്കേ കത്തത്തുള്ളൂ. പതുക്കെ കത്താൻ ഞാൻ പെട്രോൾ മാക്സ് ആണോ? വര ഉത്രാടൻ ഇപ്പൊ പറഞ്ഞിട്ട് പോയ കോമഡിയുടെ അത്രയും പോരാ. ഉത്രാടൻ എഫക്ട്. അയ്യോ ചിങ്ങമാസമാ വരുന്നേ. അതിനെന്താ വലിയ ഞാൻ ചെലവൊക്കെ. എന്താ ചിങ്ങമാസം വന്നാൽ ഞാൻ എന്തോ വന്നു ചേരണോ? ഇനി പറയല്ലേ, ഇനി എന്നോട് ചെറുക്കൻ എന്തെങ്കിലും കേട്ടാ കൂക്ക് വിളിക്കും. പിന്നെ നമ്മുടെ കാഞ്ഞിരമറ്റത്തെ സുമതിയമ്മ ഇല്ലേ, 22-ാം തീയതി അവരുടെ കയറി താമസമാ, നമുക്ക് പോണം. നമ്മളാണ് അവരെ എടുത്തു കയറ്റുന്നത്. ഉത്രാടന്റെ എഫക്റ്റ് ഇവിടെ അലയടിക്കുക. അത് വിട. പിന്നെ നമ്മുടെ കല്യാണത്തിന് അവര് നല്ല തുക തന്നതാണ്. അത് ശരിയാ. അപ്പൊ അമ്മായിക്ക് കനത്ത എന്തെങ്കിലും കൊടുക്കണം. ഉപയോഗിക്കാത്ത ഒരാട്ടുകല്ലിരിപ്പില്ലയോ, അത് പൊക്കിക്കൊണ്ട് കൊടുക്ക. കാര്യം ഹൃദയേട്ടാ, എന്റെ വീട്ടിൽ വരെ ഒന്ന് പോണം. നിന്റെ വീട്ടിൽ പണ്ടെന്ന് വന്നതിന്റെ ഞാനിന്ന് അനുഭവിക്കുന്നത്. ചുമ്മാ പറഞ്ഞു. അതല്ലെന്ന്, എന്റെ അച്ഛനൊരു വിശേഷമുണ്ട്. ഓ, നിന്റെ അച്ഛനെ ബഹുവിശേഷോ? ചുമ്മാ പറഞ്ഞു. അതല്ല, പിന്നെ എന്റെ അച്ഛനെ 70-ലോട്ട് കാലെടുത്ത് വെക്കുക. എന്റെ ദൈവമേ, ആ പൂജ്യത്തിന്റെ ഇടയിൽ കൊണ്ട് കാലിട്ട് എനിക്ക് വയ്യൊന്ന് വലിച്ചൂല. 70-നകത്തോട്ട് കാല് കുത്തി കയറ്റുവാന്നല്ല പറഞ്ഞത്. പിന്നെ അച്ഛനെ നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണം. അച്ഛന് ഇതുവരെ ഇട്ടിട്ടില്ലാത്ത ഉടുപ്പ് മേടിച്ചു കൊടുക്കണം. എന്തിന്? എന്തോ ഇല്ലാന്ന് പോടുന്നു. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഒന്ന് വരുന്ന. അച്ഛന്റെ സപ്തതി വിൽക്കാൻ വെച്ചേക്കുവാണ്. അതല്ല, പിന്നെന്തുവാ? അച്ഛൻ പണ്ട് അറിയാലോ, അച്ഛൻ ഈ കൊണ്ടു കിടന്നൊക്കെ വസ്ത്രം കച്ചവടം ചെയ്തിട്ടുള്ള ആളാ. സംഭവം ഇവിടെ അച്ഛൻ ഭയങ്കര വസ്ത്രവ്യാപാരിയായിരുന്നേ. വീടുകൾ തോറും വസ്ത്രം കൊണ്ട് കിടന്ന് വിൽക്കുന്നത്. അതാ. തമിഴ്നാട്ടിൽ നിന്ന് പുള്ളി ബൾക്കായിട്ട് എടുത്തോണ്ട് വരുമായിരുന്നു. ബൾക്കല്ല, ബൾക്ക്. അങ്ങനെ എടുത്തോണ്ട് വരുമായിരുന്നു. അപ്പൊ ഒരു ദിവസം നമ്മുടെ തിരുമേനി, ഈ കോലത്തെ തിരുമേനിയുടെ വീട്ടിൽ ചെന്ന് തുണി വിൽക്കാനായിട്ട്. അപ്പൊ അതിന്റെ പിറ്റേന്ന് തിരുമേനിയുടെ മോടെ ഈ നൂലുകെട്ട് ചടങ്ങ് നടക്കുക, കൊച്ചുമോടെ. ഞങ്ങളുടെ അച്ഛനെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പൊ പറഞ്ഞു, രാമ, നാളെ നീ ഇല്ലത്ത് രാവിലെ ഇങ്ങ് വരണം, തുണിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. തുണിക്കച്ചവടക്കാരനല്ലേ. പിറ്റേന്ന് നേരം വെളുത്തപ്പം ഇല്ലത്തിന്റെ ഗേറ്റ് തുറന്നപ്പോ നിൽക്കുക ഒരു മുഴുവൻ കാളാ. ഈ വിൽക്കാൻ തുണിയൊന്നും വേണ്ടതാ തിരുമേനി പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ മകരമാസത്തെ കൊടും മഞ്ഞിൽ ഈ തണുപ്പത്ത് നൂൽബന്ധമില്ലാതെ എങ്ങനെ നടന്നു വന്നു അവിടെ? എന്നെ വിളിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോഴേ ദേഹം മൊത്തം ഇടിച്ചക്ക പോലെ ഇരിക്കുന്നു. തണുപ്പടിച്ചിട്ട് കുളിരി കോരി. നമുക്ക് എന്തായാലും എന്നായിരുന്നു ഡേറ്റ്? തെങ്ങി കെട്ടിയിട്ടടിച്ച പോലൊന്നും വരത്തില്ലല്ലോ. തെങ്ങിലേ കെട്ടിയിട്ടടിച്ച പോലൊന്നും വരത്തില്ലല്ലോ. കെട്ടിയിട്ടാര്? എടാ അച്ഛനെ. നിന്നോട് ആര് പറഞ്ഞു? ആരാ ഇനി പറയാനുള്ളത്? ആരാ ഇനി പറയാനുള്ളത്? മോട്ടിച്ചതിന്. അത് അച്ഛൻ പഠിക്കുന്ന സമയത്ത് സംഭവിച്ചോ? മോഷണം പഠിക്കുന്നുണ്ട്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പുറത്തെ ജോർജ് സാറിന്റെ മാവിൽ ഒരു മാങ്ങാൻ പൊട്ടിച്ചതാ. അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നും. എന്താ മോട്ടിച്ചാലും മോഷണം. അത് വിടെ മഞ്ജുളേ. എന്തുവാ? അച്ഛന്റെ കാര്യമൊക്കെ വിട്. അപ്പൊ എന്റെ അച്ഛനെ പറഞ്ഞതോ? ഒരു തമാശ പറഞ്ഞ ആ രീതിയിൽ എടുക്കണം. തമാശയാന്ന് എനിക്കൂടെ തോന്നണം, അല്ലെങ്കിൽ പറയാൻ പോരുത്. അറിയാത്ത ഒരു തമാശ പറഞ്ഞാലേ ഇങ്ങനെ ഇരിക്കും. മഞ്ജുളന്റെ തമാശ നിനക്ക് പെട്ടെന്ന് പിടിക്കുമല്ലോ. ഞാൻ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവാത്ത? മഞ്ജുള ഞാനല്ലയോ? ഇതുപോലും പറയാൻ അറിയത്തില്ല, പിന്നെ എങ്ങനെയാ സ്വന്തം ഭാര്യയുടെ പേര്? ആ പോകന്റെ പേര് തോടി. ആ ഉത്രാടൻ എന്നാ അവിടെ തന്നെ പൂറിട്ടാതി നല്ലോണം ഇടാൻ പറ അവരോട്. പറയണ്ട, അവർ അച്ഛനോട് അമ്മയോട് പറയണം. എന്താ? അല്ല പിന്നെ അച്ഛനെ വെച്ചാണോ തമാശ പറയുന്നത്? അച്ഛനെ വെച്ച് തമാശ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാക്കണോടി. എന്താ മനസ്സിലാക്കാനാ? എന്റെ അച്ഛനെ പറഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എത്ര തമാശയായാലും എന്റെ അച്ഛനെ പറഞ്ഞോ എനിക്ക് നോവും. നിങ്ങളുടെ അച്ഛനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കൊണ്ടല്ലോ. അയ്യാടാ, അല്ലെങ്കിൽ ഭാര്യമാരുടെ വീട്ടുകാരെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര കൂടെ ചിരിക്കാൻ കുറെ ആൾക്കാർ. കള്ളക്കണക്ക് നിന്റെ അപ്പൂപ്പനടി കള്ളക്കണക്ക്. എന്റെ അപ്പൂപ്പനെ എഴുത്ത് വായന അറിയത്തില്ലായിരുന്നു. എന്തോ വെള്ളം ഇട്ടിട്ട് ഇറങ്ങിയേക്കോ? മനസ്സ് ചൂത്താണോ ആദ്യം? എഴുത്തും വായന എങ്ങനെ അറിയാം? രാസം വെള്ളം കൊടുത്ത് പഠിച്ചപ്പോ ഓല കൊടുത്ത് എഴുതാൻ അതിന്റെ ഈർക്കെടുത്ത് നാക്ക് പഠിച്ചോണ്ടേ നിന്റെ അപ്പൂപ്പൻ. ഞാനത് കേട്ടില്ലായിരുന്നു. ഒന്നുകൂടെ പറയാമോ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, ക്യാൻ യു റിപ്പീറ്റ് പ്ലീസ്? കൊള്ളാം.
എനിക്കറിയാത്ത കാര്യം പറഞ്ഞ എന്റെ നാക്ക് മുട്ടിക്കാൻ. അപ്പൊ പറഞ്ഞല്ലോ അറിയത്തില്ലെന്ന്. അയ്യോ അയ്യോ, ഒരു കാര്യം കൂടെ അറിയത്തില്ലെന്ന് എല്ലാം അറിയാന്നുള്ള ഭാവ. അല്ലേ അവനവന്റെ വീട്ടിൽ എന്തോ നടക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുക. പുല്ലിന്റെ ഡിസ്പ്ലേ പോയി എടുത്ത് ഇറങ്ങി പാലക്കണമായിരുന്നു. അല്ലെങ്കിൽ ആലോചിച്ചറിയാനായിട്ട് ഞാൻ ഇത് സ്ക്രിപ്റ്റ് എഴുതി അറിയാൻ മതിയെന്നാ. മേലാൽ ഈ വീട്ടിൽ കോമഡി പോയിട്ട് കോന്ന് പോലും പറഞ്ഞേക്കില്ല. അച്ഛൻ കാണിക്കുന്നതിന് കുഴപ്പമില്ലായിരിക്കും, ഈ കാണിക്കുന്ന എന്തോ പിന്നെ പറയുന്നതിനാ കുഴപ്പം. എന്റെ മയിൽപ്പീലിക്ക് എന്തോലും പറ്റിയായിരുന്നില്ല. ഇടയ്ക്ക് അങ്ങാരും വിളിക്കാൻ കണ്ട സമയം പ്രസിഡന്റ് രാജി വെച്ചിട്ട് വേറെ ആളെ പഠിക്കും പോണോ താൻ? സംഭവം പറയാം, ഞങ്ങളുടെ വീട്ടിൽ നടന്ന മഞ്ജുളെ, ഞങ്ങളുടെ അമ്മായിച്ചിട്ടില്ലയോ വീട്ടിലുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ച അച്ഛാ പണിക്ക് പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോ അച്ഛൻ പറയാ നോക്കണം. അന്നേരം ഞാൻ പറഞ്ഞ കോമഡി എന്ന് പറയോ, ഇങ്ങനെ നോക്കിയിരുന്നാ പോരാ പണിക്ക് പോകണമെന്ന്. അത് കേട്ടിട്ട് അമ്മായിമ്മ എന്നോട് പറയാ, മോൻ എപ്പോഴും അങ്ങ് കോമഡി പറയാ, വലിയ കോമഡി കാണിക്കാൻ ഷോയ്ക്ക് വനക്കെട്ടെന്ന്. നമുക്ക് പോവാം. ഇത് വേറെ സംഭവം ഉണ്ട്. ഇതല്ല, ഞങ്ങളുടെ അമ്മായിച്ചൻ അന്ന് പുക വിടും എന്നും പറയുന്നത് ഈ ഓട്ട് ഫാക്ടറി ഒന്നുമല്ല, അത് നമുക്ക് കയറ്റേനത്തി. അങ്ങനെ പുക വിടുന്ന കാര്യം പറയുമ്പോൾ അമ്മായിമ്മ പറഞ്ഞു, മേലെ ഇനി പുക വലിക്കല്ലേ, നിങ്ങൾ ചുമയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ ഒരു കാര്യം ചെയ്യും, നല്ല ചൂട് ചേമ്പ് പുഴുങ്ങിക്കൊണ്ട് ഇങ്ങനെ വരാൻ പറഞ്ഞു. അതവിടെ കൊണ്ടുവച്ചു. ഞാൻ അമ്മായിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ തണുത്ത ചേമ്പാ തിന്നോളാൻ പറഞ്ഞു. അമ്മായിച്ചൻ എന്നെ ആക്രാന്തം മൂത്തിട്ട് ഈ ചൂട് ചേമ്പെടുത്ത് വിഴുങ്ങി വായക്കട മുകളിലോട്ട് പുക പോവാ. അയ്യോ അയ്യോ എൻ്റെ ഞങ്ങളുടെ അമ്മായിമ്മ പറയാ, ഇതാ സിറ്റുവേഷൻ. മഞ്ജുളക്ക് കത്തി, മഞ്ജുളക്ക് കത്തിയത് ഞങ്ങളുടെ രാഘവന്മാരില്ലേ. അയ്യേ ശരിക്കും രാഘവനമ്മാവന് എന്നോട് പറയാ കൊച്ചി വരെ കൊണ്ടുപോകണമെന്ന്. എന്തത്തിനാന്ന് ഞാൻ ചോദിച്ചു പറയാ, മേളിൽ കിടപ്പാന്ന മുറിയട്ട വണ്ടിയെ കയറണമെന്ന്. മുറിയട്ടെ അതെന്തോടാ? മെട്രോ മെട്രോ. കൊള്ളാം. നിങ്ങളുടെ നാരായണിയപ്പച്ചി എന്തിയേ? നാരായണിയപ്പച്ചി വന്നായിരുന്നു. സ്ഥലത്തെ പറ്റിയിട്ട് പറയാം, ഞാൻ വയറ്റിലെന്ന് പാലാരിവട്ടം വരെ കൊണ്ടുപോയി മെട്രോയിൽ. അതിന്റെ ഇടയ്ക്ക് വെച്ച് ടിക്കറ്റ് ഈ പുള്ളി കളഞ്ഞടാ കേട്ടോ. ഞാൻ ചെന്ന് സ്കാൻ ചെയ്തിട്ട് ഇറങ്ങി. ഈ അമ്മ ടിക്കറ്റ് ഇല്ലാത്ത ആരാണ്ട് സ്കാൻ ചെയ്തിട്ട് ഇറങ്ങാൻ തരത്ത് ചാടി ഇറങ്ങി അടിമില്ലാത്ത കിടക്കുന്ന പോലെ ഈ സാധനത്തിന് കുത്തി കിടക്കുക. നാരായണിയപ്പച്ചി വൺ സൈഡ് പിക്കപ്പോ നാരായണപ്പിച്ച വൺ സൈഡ് പിക്കപ്പ് എന്നാ വിളിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലോട്ട് ചുറ്റും വരും. തിരിച്ചു പോകുമ്പോൾ മടിക്കാത്ത മൊത്തം ഒരു പിക്കപ്പിനകത്ത് സാധനം വെച്ചോണ്ടാ പോകുന്നത്. ഞങ്ങളുടെ അലമാരി കഴിഞ്ഞിടയ്ക്ക് മടിക്കാത്ത വെച്ചിട്ട് പോയി മുടിച്ച കോമഡി. ഓപ്പറേഷൻ അങ്ങനെ പറഞ്ഞതോ? ഇടയ്ക്ക് ഓപ്പറേഷൻ ചെയ്തു. എന്തോ ഇവിടെ മഴയായിരുന്നു. ഓപ്പറേഷൻ ചെയ്തപ്പോ ഒരു അടയ്ക്ക മടിയിലാ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ. മറ്റേ എന്ത് കോമഡി ഞങ്ങളുടെ ഇവിടെ കണ്ടന്റിന്റെ ഭയങ്കര കൂത്താട്ടമാണ് ഞങ്ങളുടെ വീട്ടില്. തിരിച്ചു കൊടുക്കും നല്ലതാണെന്ന് വിചാരിച്ചാൽ അവൻ വേറെ എവിടെ ചെന്ന് പറയും ഗീതാടിക്കിട്ട് തട്ടും കിട്ടും. എന്താ എന്തോ നീ പോടാ, എന്താ സംഭവം? എടാ പോടാ ഉത്രാടാ, ചുമ്മാ മനുഷ്യനെ തലക്ക്. എന്റെ കൂടെ വീട് വീട് ഉത്രാടം ചേട്ടൻ നേരത്തെ ഇവിടെ വന്നിട്ട് പോയില്ലായിരുന്നോ? പുള്ളി എന്നെ വാരി തരുമല്ലായിരുന്നോ നിങ്ങളെ കാണിക്കാൻ? ഞായറാഴ്ച ആകുമ്പോൾ ഒരു പ്രസനം ഉണ്ടത്. ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ എന്റെ അച്ഛനെ പറ്റി ഇയാൾ കുറ്റം പറഞ്ഞു. എന്താ പറയാ, വലിയ തമാശയാണ്. ഞാൻ കേട്ടോണ്ട് നിൽക്കണം. ഉത്രാടം അതൊന്നും അല്ലടാ വിഷയം. ഞാൻ ഇവിടെ അടിപൊളി വിജയമ്മ അടിപൊളി. എന്താണ് ഭാര്യ പറയാ തമാശ പറഞ്ഞ അവള് ചിരിക്കുന്നില്ല, അത്രേ ഉള്ളൂ വിഷയം. എങ്ങനെ ചിരിക്കും ഉത്രാടേട്ടാ? എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ എനിക്കത് തമാശയായിട്ട് തോന്നുവോ ഇല്ലയോ? അപ്പൊ ഞാൻ തിരിച്ചും പറഞ്ഞു, അത്രേ ഉള്ളു കാര്യം. അതാണോ? അത്രേ ഉള്ളൂ, സംശയമൊന്നുമല്ലല്ലോ. അല്ല ഒന്നുമില്ല. അടിപൊളി കട്ടണ്ട, എതിർത്ത് ചെയ്യാം സംഭവം. എവിടെ ചെയ്യാം? നമുക്ക് കോമഡി ഷോയ്ക്ക് പോയി ചെയ്യാം. എന്തിന്? പൈസ ഉണ്ടോ കിട്ടൂല? എന്റെ വീട്ടിലെ വിഷയം കൊണ്ട് നിനക്ക് കോമഡി ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണം ഇല്ലടാ? വേണ്ട. ചിരിക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. പണ്ടേ ഈ നാട്ടിലൊരു സ്ത്രീയെ തൊഴിലുറപ്പിന്റെ പണിക്ക് പോവായിരുന്നു. ഒരു ദിവസം ഈ സ്ത്രീ തൊഴിലുറപ്പുകാരോട് പറഞ്ഞു ഇന്ന് പണിക്ക് വരുന്നില്ലെന്ന്. പക്ഷെ അന്ന് ആ സ്ത്രീ അവിടെ പണിക്ക് പോയി. സംഭവം എന്തുവാ? ഈ സ്ത്രീയുടെ ഭർത്താവ് ഈ സ്ത്രീയുടെ നൈറ്റ് ഇട്ട് മീശയൊക്കെ വടിച്ചിട്ട് പെണ്ണുങ്ങളുടെ പോയി മെഴുകി. നിങ്ങളുടെ അച്ഛൻ.
പറഞ്ഞു കൊടുക്കൂടാ. ഒന്നാമത്തെ ഒരു മോഷണ കേസ് കഴിഞ്ഞതേ ഉള്ളൂ. നീ മതി 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 അടിക്കല്ലേ 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 അടിക്കാതെന്ന്. എന്റെ ചവിട്ടി സ്റ്റാർട്ട് ആക്കുമെന്നോടാ കിടക്കൻ സാധനം. എനിക്ക് മിണ്ടാതിരിക്കുന്നോടായോ? എന്ത് ഞാൻ പതിച്ച് ഭയങ്കര കോമഡി. ഛെ, എന്തോ കാണിക്കുന്നു. ഈ ആക്ഷൻ കോമഡി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ആക്ഷൻ കോമഡി? അവൻ ആസ്ഥാനത്ത് കോമഡി ഉണ്ടാക്കാം. അണ്ണാ എന്തുവാടി ഇറച്ചിക്കറി റെഡിയായി, കഴിക്കാൻ വാ. നിന്റെ അച്ഛനല്ലേ പല്ലേ കുത്താൻ സുഖം അങ്ങാർക്ക് കൊടുക്കും ആദ്യം. ഉമ്മാതിരി കോമഡി അടിച്ചോണ്ട് വീട്ടിൽ കയറി വാ. ഇറച്ചിക്കറി കോരി ഞാൻ കണ്ണിൽ ഒഴിച്ചു തരാട്ടാ. വാ അങ്ങോട്ട്. അപ്പൊ അത് അവിടെ ചീറ്റി. ഇരിക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. എന്തുകൂടെ എനിക്ക് 2 ദോശ തരാമോ? വിളിച്ചതാ ഇച്ചിരി. സാറില്ലേ ഇവന്റെ കോമഡി അത്രയും പൊളിച്ചല്ലോ. കൊടുക്ക്, തിന്നട്ടെ. താടി മനോഹരമായ ഒരു skit. നസീർക്ക. തീർച്ചയായിട്ടും മനോജ്, അജേഷ്, സുമി എന്തോ ഗംഭീര സ്കിറ്റായിരുന്നു. താങ്ക് യു. നിങ്ങളുടെ ഈ സ്കിറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കൂടി വന്ന ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഏറ്റവും പോലെ ഒരു 15 മിനിറ്റോ കാണുമായിരിക്കും. ഈ 15 മിനിറ്റിനുള്ളിൽ ഇത്രയും കൗണ്ടറുകൾ ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അത് ഡയലോഗിലൂടെയും വിത്ത് ആക്ഷനിലൂടെയും ചിരിയിലൂടെയും മാത്രം. ചില സമയത്ത് സൈലൻസും. ചില സമയത്ത് മിണ്ടാതിരുന്നിട്ട് ഇതൊരു സൈലന്റ് കളിയാണ്. ഇങ്ങനെ സ്കിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ടെലിവിഷൻ ചരിത്രത്തിൽ ഇങ്ങനെ സ്കിറ്റുകൾ ഞാൻ ആദ്യം കാണുകയാണ്. ഞാൻ ഒരുപാട് ഷോകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഷോയ്ക്ക് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ലൈവായിട്ട് ഇങ്ങനെ ജനങ്ങളെ പിടിച്ചിരുത്താൻ അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇതിൽ 3 പേരെ ആരെയാണ് പൊക്കി പറയേണ്ടതെന്ന് അറിയില്ല. 3 പേരും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ വേദിക്ക് ഒരു അനുഗ്രഹമാണ് കേട്ടോ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ഇനി അവർ കൂടെ പറയാനുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല. ഗംഭീരം ഗംഭീരം അതിഗംഭീരം. താങ്ക് യു നസീർക്ക. പ്രസാദ് ഇതെന്താ ഇതിനെക്കുറിച്ചൊന്ന് പറയുക, എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലിരിക്കുക. സാധാരണ ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ഫൈറ്റ്, അതിലുണ്ടാകുന്ന കോമഡി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കാണാൻ രസമാവും. ഒരുപാട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കട്ടക്കുള്ളൊരു കോമഡിയാണല്ലോ സാധാരണ വരുന്നത്. വഴക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും കട്ടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ. ഇത് തമ്മിൽ വഴക്കുണ്ട്, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യുന്നുമില്ല. വളരെ സൈലന്റ് കോമഡി, സൈലന്റ് കില്ലിംഗ് എന്ന് പറയുന്ന പോലെ. എന്നാൽ ഈ ഭർത്താക്കന്മാരെ വെച്ച് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണല്ലോ ഭർത്താക്കന്മാരും ജോലി ചെയ്യുക. പണ്ടാണെങ്കിൽ അങ്ങനെയല്ല, ഭാര്യമാർ മാത്രമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ ട്രെൻഡ് അപ്പം അത് ആനുകാലികതയാണത്. അതിലാണ് തുടങ്ങിയത്, മനസ്സിലായില്ല? അപ്പം അങ്ങനെ തുടങ്ങി വന്ന് അവസാനം വന്നിട്ട് ഗംഭീര വഴക്കിൽ അവസാനിച്ചു. വളരെ മനോഹരമായിട്ട്. ഇതിൻ്റെ ഐഡിയ ആരുടെയാണ് സത്യം പറഞ്ഞാൽ? ഐഡിയ മനോഹരമാണ്. ആണ്. എല്ലാവരും വർക്ക് ചെയ്തു. ഇനി ആ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഗംഭീരമായിട്ടൊന്ന് പറഞ്ഞു. ചേട്ടാ, സൈക്കിൾ റേസിൽ 2 റേസ് ഉണ്ട്, സ്പീഡ് റേസും സ്ലോ റേസും. സ്പീഡ് റേസ് നമുക്ക് മാക്സിമം ഇങ്ങനെ കയറ്റി കൊണ്ടുവരാൻ പറ്റും, ഒരാൾക്ക് ട്രൈ ചെയ്ത്. പക്ഷേ സ്ലോ റേസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഇങ്ങനെ നിൽക്കണം, അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാനൊരു 10-15 വർഷമായി ഈ ഇങ്ങനത്തെ ഒരു പാനലിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് പല ചാനലിലും. പക്ഷേ ഈ ഗിമ്മിക്സ് ഇല്ലാണ്ട്, അതായത് ലൈറ്റ്സ് എഫക്റ്റ്, അല്ലെങ്കിൽ കുറേ പ്രോപ്പർട്ടി, കുറേ ആൾക്കാർ, കുറേ പാട്ട്, മ്യൂസിക്, ടെക്നോളജിയുടെ ഒന്നും ഒരു സഹായവും ഇല്ലാതെ നിങ്ങൾ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള അത്ഭുതങ്ങളിൽ ഒരു 9ാമത്തെ അത്ഭുതമായിരിക്കും നിങ്ങൾ. കോമഡി. കാരണം ഇതെന്ത് പേസ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിനിമയിൽ പോലും ഇത്ര കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല. നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി തന്നാൽ ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് കപ്പാസിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. 3 പേരും തിളങ്ങാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ സക്സസ് എന്നൊക്കെ പറയൂലേ, വിശ്വസിക്കാൻ പറ്റില്ല. സത്യമായിട്ട് ഗ്രേറ്റ്. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. താങ്ക് യു ചേട്ടാ. മാർക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഈ ഉത്രാടൻ അല്ലേ പേര്, ഉത്രാടന്റെ ഇതിന്റെ സെക്കൻഡ് പോർഷൻ കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൂടെ കൊണ്ടുവരണം. കാര്യം അതിനുള്ള ഏരിയ കിടപ്പുണ്ട്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട് അതിന്റെ അകത്തിന് വാരി കൂട്ടാനായിട്ട്. ശരി എന്നാ. ഓക്കെ, ആദ്യം ആരാണ് എമൗണ്ട് വരുന്നത്? ഇനി കൊടുക്കട്ടെ. ചേട്ടാ, പറഞ്ഞതെല്ലാം പൈസ ആയിട്ട് 38. ഓ, 38,000 രൂപ കലക്കി. ഒരു ജഡ്ജി കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ മാർക്കുകൾ ഒന്നായിട്ട് കണക്കൂട്ടാം നമുക്ക്. അത്രയും കൊടുത്തിട്ട് ഞാൻ എങ്ങനെ ഇനി ഇറക്കി പറയുന്നത്? അതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 35. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 42,000 രൂപ അങ്ങ് തരിക. 2 പേര് കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് സിൽവർ പഞ്ചാണ്.
ഇതങ്ങനെ എപ്പോഴും സംഭവിക്കാത്തൊരു കാര്യമാണ്. ഒരു നല്ല കൈഡി വന്നേ. ഇത് രണ്ടാമത്തെ പെർഫോമൻസ് ആണ്. രണ്ടുപേര് മാറി കൊടുക്കുമ്പോ 80. അപ്പൊ ഞാനിപ്പോ കൺഫ്യൂഷനിലാണല്ലോ, മൊത്തം കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ ഒരു പ്രസാദിനോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ഒരാള് 38, ടിനിച്ചേട്ടൻ, നസീർക്ക് 42. സീനിയർ ആയിട്ടുള്ള ഒരാള് അറിയാലോ, അതിൽ കുറക്കണം എങ്ങനെയാ? അതാ കുറയ്ക്കാൻ പാടില്ല. അതപ്പോ എങ്ങനെ വേണം കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അനുസരിച്ച് തീരുമാനിച്ചോളൂ. ശരി, കണ്ണുമൂട്ടി ഞാൻ അങ്ങ് തരികയാണ്. റെക്കോർഡ് ആയിക്കോട്ടെ. 30,000 രൂപ ഗോൾഡൻ പഞ്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഏറ്റവും വലിയ തുകയാണിത്. 1,30,000 രൂപ. ഇത് മൂന്നാമത്തെ തവണയാണ് ഈ ഫ്ലോറിൽ സംഭവിക്കുന്നത്. സാധാരണ എല്ലാരും കഴിഞ്ഞിട്ട് ബാക്കി മിച്ചമുള്ള സുമി പറയുന്നത്. സുമി തുടങ്ങും. ഒരുപാട് സന്തോഷമുണ്ട്. ഇതില് പകുതിയിൽ കൂടുതൽ ഇപ്പൊ പറഞ്ഞ മാതിരി സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഒരു ക്യൂ വെച്ചിട്ടാണ് മനോജേട്ടൻ കയറി വന്നുകൊണ്ടിരുന്നത്. ആ വഴക്കിന്റെ പോർഷനൊക്കെ ഞങ്ങൾ തന്നെത്താൻ അങ്ങ് തന്മയത്തോട്ട് അങ്ങ് പറയണമെന്ന് പറഞ്ഞു. സത്യം പറയുവാണെങ്കിൽ അജയ് ചേട്ടൻ പെർഫോം ചെയ്തപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. മയിൽപീലിയുടെ ഒക്കെ ഇപ്പൊ സ്പോട്ടാണോ മനോജേട്ടാ? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഐറ്റം പേരുടെ ഈ ഫ്ലോർ എന്ന് പറഞ്ഞാലേ, നമ്മളൊരു കുഞ്ഞൊരു 2 കുരുവിക്കുഞ്ഞിനെ കൊണ്ടുവന്നൊരു ചെറിയ കൂട്ടിനകത്തിട്ടിട്ട് പിന്നെ നമ്മൾ തുറന്നു വിടത്തില്ലേ, അതിന്റെ ഒരു സ്പേസ് ആണ്. ആ കുരുവിക്കുഞ്ഞിനെ തൽക്കാലം ഇടയ്ക്ക് തുറന്നു വെക്കരുത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു അവാർഡ് കിട്ടിയതോടെ നമ്മുടെ പ്രേക്ഷകർക്ക് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സന്തോഷം കൂടെ പറയണം. സ്നേഹസ്പർശം ഫൗണ്ടേഷന്റെ ബെസ്റ്റ് കൊമേഡിയൻ ഉള്ള ഒരു അവാർഡാണ്. ടെലിവിഷൻ ഷോയിലെ ബെസ്റ്റ് കൊമേഡിയൻ ഫോർ മെയിൽ, അത് മനോജേട്ടനാണ്. ഒരു വലിയ ഗൈഡ് തന്നെ. ഇതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. നന്ദി, എനിക്ക് എന്ത് പറയണം എന്നറിയത്തില്ല. നന്ദി അല്ലാതെ നമ്മൾ അതിനപ്പുറത്തോട്ട് എന്ത് വാക്കുകൾ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുക. അത്ര ജീവ അതിന് തന്നെ 2 അവാർഡ് കൂടി ഉണ്ടല്ലോ നമുക്ക്. മൊത്തം 3 എണ്ണമാണ്. 3 അവാർഡ്സ് ഉണ്ട്. അർജുന ഒരു അവാർഡ് ഉണ്ട്, നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസർ അർജുനേട്ടന് ഒരു അവാർഡ് ഉണ്ട്. പിന്നെ കൊച്ചി പ്രതിഭേട്ടന് ഒരു അവാർഡ് ഉണ്ട്. 2 പേർക്കും ഒരു നല്ല ഗൈഡ്. അവർ വരുമ്പോൾ ഇനി ആ തുറന്നു 2 കുരുവിയുടെ കാര്യം തുറന്നു വിടും. അവർ തുറന്നു വിട്ടു. ആ കുരുവികളെ നമ്മൾ തുറന്നു വിട്ട് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് അതിന് പറന്ന് ഉല്ലസിച്ച് നടക്കാമല്ലോ. അതുപോലാണ് ഈ ഫ്ലോർ ഞങ്ങൾക്ക്. ഈ കണ്ടന്റ് ഇപ്പോൾ ഇക്കായൊക്കെ പറഞ്ഞ പോലെ, ടിനിച്ചേട്ടനൊക്കെ പറഞ്ഞ പോലെ, പ്രസാദനൊക്കെ പറഞ്ഞ പോലെ, ഈ കണ്ടന്റിനകത്ത് എങ്ങനെ ചിരിപ്പിക്കാൻ പറ്റും എന്നുള്ളത്, ആ മൈലാഞ്ചി എങ്ങനെ തുടങ്ങി പോകുന്നുള്ള ചിന്താഗതി കുറേ കിടന്ന് അലട്ടിയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ചുമയ്ക്കുമ്പം പോയി വെള്ളം എടുക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉറക്കളച്ചിരുന്നിട്ട് ചിന്തിച്ച് വെളുപ്പിനെ 3 മണിക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചെടുക്കും. പിന്നെ ഞങ്ങൾ 3 കൂടി ഇങ്ങനെ നടന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചെടുക്കുന്നതാണ്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിറ്റിൻ്റെ ഒരു മെയിൻ ആളുണ്ട്, എൻ്റെ അച്ഛൻ. ഞാൻ മരിച്ചുപോയി, 10-15 കൊല്ലമായി. എൻ്റെ അച്ഛന് ഇതുപോലെ ചെറുതായിട്ടൊക്കെ അടിക്കുന്ന ടീമായിരുന്നു. അച്ഛന് ഒരു മീൻകറി ഉണ്ടാക്കി കൊടുത്താ ഇങ്ങനെ എടുത്തിട്ട് എന്താ ഉണ്ടാക്കി വെച്ചേക്കും അടിഞ്ഞ് ഒന്നെല്ലാം കൂടെ എടുത്ത് എറിയണം. കുറച്ച് കഴിയുമ്പോൾ ഈ പാത്രം കാലിയാ. അല്ലാതെ നമുക്ക് അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു സാധനം ചെയ്യാൻ പറ്റും എന്നുള്ളത്. എൻ്റെ അച്ഛനെ ഞാൻ വണങ്ങുവാണ് ഇത് തന്നേന്. അതാണ് ഇതിന്റെ ഈ സ്കിറ്റിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതാണ് നമ്മുടെ ഫാമിലിയിൽ സംഭവിക്കുന്ന ഒരു മാറ്ററായിട്ട് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. ഞങ്ങൾക്ക് 1,20,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 30 കിട്ടി. 1,30,000 കിട്ടിയത് ഭയങ്കരമായിട്ട് എന്താ പറയണമെന്നല്ലോ, ഭയങ്കര ഇത് ഐറ്റം വേറെ നല്ല ഇതിന് പറയേണ്ടത്. ഇത് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ എല്ലാവരെയും, എൻ്റെ ഭാര്യ എന്നാലും കുഞ്ഞിനെ എന്നാലും ഞങ്ങളുടെ എല്ലാവരും കുടുംബക്കാരെ മൊത്തം ഞങ്ങൾ ഇതിനകത്ത് സമർപ്പിച്ചേക്കുക. താങ്ക് യു മനോജേട്ടാ. അജേഷ് ബ്രോ, ഒത്തിരി സന്തോഷമുണ്ട്. കാരണം 1.30 എന്ന് പറഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ്. തുകയേക്കാൾ ഉപരി നമുക്ക് നല്ല രീതിയിലൊരു പെർഫോമൻസ് ഇവിടെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ നല്ലൊരു സ്ക്രിപ്റ്റും. ഇത് മനാണ കണ്ടന്റ് പറഞ്ഞത്, ആസ്ഥാനത്ത് കോമഡി പറയുന്ന ഒരാൾ എവിടെയും കോമഡി പറയും. പുള്ളി മരണ വീട്ടിലും പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ചെന്ന് കോമഡി പറയും. പോലീസുകാർ തൂക്കിയെടുത്ത് വെളിയിലെറി. അങ്ങനെയൊക്കെ പല പ്ലോട്ടുകൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് തിരക്കിയിട്ടാണ് ലാസ്റ്റിൽ ഫാമിലിയിൽ തന്നെ എത്തിച്ചത്. അപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ ഇനിയും ഇതുപോലെ കാട് കയറി ചിന്തിക്കുക. വെളുപ്പിന് 3 മണിക്കൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞു. കുറച്ച് ഉറക്കമുളച്ചാലും കുഴപ്പമില്ല, നമുക്ക് ചിരിക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾ ഇക്കാര്യത്തിൽ സെൽഫിഷ് ആവും. അങ്ങനെ നല്ല നല്ല സ്ക്രിപ്റ്റുമായിട്ട് വരിക, നന്നായിട്ട് പെർഫോം ചെയ്യുക, നന്നായിട്ട് ചിരിപ്പിക്കുക, നിറയെ കാശ് വാങ്ങിക്കുക. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ നമ്മൾ സ്കിറ്റ് അല്ല. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഒരു സ്നേഹം, ഒരു ആദരം
നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ആരാധനായ മുൻ മുഖ്യമന്ത്രി VS അച്യുതൻ സാറിന് നമ്മൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ഈ അടുത്താണ് അദ്ദേഹം നമ്മളെയൊക്കെ വിട്ടുപോയത്. ഫ്ലവേഴ്സ് കുടുംബത്തിന്റെ സ്നേഹം നമ്മൾ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അതിന് 2 കലാകാരന്മാരെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം സജിത് കലവൂർ ആൻഡ് പ്രദീപ് വൈഗ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ചൈതന്യൻ 2ാമത്തെ തവണയാണ് വരുന്നത് അല്ലേ? ഈ അടുത്ത കാലത്ത് വന്നു പോയതേ ഉള്ളൂ. അതിനൊരു ഭാഗ്യം കൂടി ഉണ്ട് കേട്ടോ. ആ എപ്പിസോഡ് കഴിഞ്ഞിട്ടൊരു സിനിമയിൽ അവതരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ പേര് KKK എന്നാണ്. അപ്പൊ അതിന്റെ നാളെ ഡബിങ്ങിന് പോവുകയാണ്. ഓ അടിപൊളി, ഉഷാറാവട്ടെ ഉഷാറാവട്ടെ. അത് ഞാൻ ഐറ്റം വിറയില് ഫസ്റ്റ് തവണ ആദ്യമായിട്ടാണ് വരുന്നത്. എന്താണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഞങ്ങളുടെ ഒരു ഈ ലോകത്തിന് തന്നെ ഒരു തീരാ നഷ്ടമാണല്ലോ നമ്മുടെ VS, ഞങ്ങളുടെ നാടിൻ്റെ. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ആത്മബന്ധമുണ്ട്. അതായത് കേരളത്തിൻ്റെ വിപ്ലവ ഗായിക എന്ന് പറയുന്ന PK മേദിനി എന്ന് പറയുന്ന അമ്മ എൻ്റെ വല്യമ്മയാണ്. പുള്ളിക്കാരി പറഞ്ഞ് കേട്ട് മേമ്മ പറഞ്ഞ ഒരുപാട് അറിവുകളുണ്ട് VS-നെ കുറിച്ച്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ സമര പോരാട്ടത്തിൻ്റെ കാലത്ത് VS-ഉം ഉച്ചഭാഷിണിയും PK മേദിനിയും ഉണ്ടാവും എന്ന് പറഞ്ഞ് ആളെ കൂട്ടിക്കൊണ്ടിരുന്നൊരു സമയമുണ്ട്. അന്നൊക്കെ അവരനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ പോരാട്ട വീര്യങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ പ്രചോദനം കിട്ടുന്നത്. കാരണം ഒരു പ്രശ്നത്തിൽ തളരാതെ പോകാതെ നമുക്ക് മുന്നോട്ട് നയിക്കുന്ന ഇതുപോലുള്ള വീര്യങ്ങളാണ്. അപ്പോൾ അത് ഈ അദ്ദേഹത്തിന് ആയിട്ട് ഒരു പൂവിടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു മലയാളി ഒരിക്കലും മറക്കത്തില്ല എന്ന് ഒരുപാട് പേര് ആവേശത്തോടെ വിളിച്ച് പറയുമ്പോഴും ഞങ്ങൾ പറയും, ഞങ്ങളുടെ ശബ്ദത്തിലൂടെ ഇനിയും അദ്ദേഹം ഇവിടെ ജീവിക്കും. കാരണം കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലായി അദ്ദേഹം മരണമില്ല, അദ്ദേഹത്തിൻ്റെ ആശയത്തിന് ഇതുപോലുള്ള ആദർശത്തിന് മരണമില്ല. ഞങ്ങൾ ഇനി ഏത് വേദി പ്രോഗ്രാം ചെയ്താലും VS-നെ അനുകരിച്ചിട്ടേ ആ പരിപാടി അവസാനിപ്പിക്കും. അത്രയും ആവേശമുണ്ട് നമ്മൾ. അതോ അദ്ദേഹത്തിൻ്റെ ഈ ഹാസ്യം കലർന്നൊരു സംസാര ശൈലി, പ്രസംഗ ശൈലി ഞാൻ ആദ്യം അവതരിപ്പിക്കാം. എവിടെ സന്തോഷു മാധവൻ, എവിടെ ഭദ്രാനന്ദൻ, എല്ലാം കള്ളത്തരം കാണിച്ച് എല്ലാം പിടിപ്പിലായി. ഇപ്പോൾ എവിടെയാണ്? കൽത്തുറുങ്കിൽ. ഈ ഭദ്രാനന്ദനൊക്കെ എങ്ങനെയാണ് സ്വാമിയായത്? 5 വർഷം മുമ്പ് ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൻ ഒരു തല്ലുകൊള്ളിയായിരുന്നു, ഒരു ഗുണ്ടയായിരുന്നു. അന്നൊക്കെ ഷേവ് ചെയ്യാതെ മുടിവെട്ടാതെ നടന്നേ. അതെല്ലാം വളർന്നു കഴിഞ്ഞപ്പോൾ സ്വാമി. ഇവനൊക്കെ ആസാമിയാണ്, ആസാമി. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. ഇതല്ലാതെ ഞാൻ കേട്ടിട്ടുള്ള ഞങ്ങളുടെ മേദിനിയമ്മയൊക്കെ പറഞ്ഞതും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവായിട്ട് വന്നുള്ള കുറേ വേർഡുകളുണ്ട്. അദ്ദേഹത്തിൻ്റെതായ അനുഭവങ്ങൾ അദ്ദേഹം പറയുന്നൊരു വേർഡ് വാക്കുകളായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊന്ന് അദ്ദേഹം ഇങ്ങനെയായിരിക്കും സംസാരിച്ചത് എന്ന് അതേപോലെ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇപ്പോൾ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ്. അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് മാരകമായ വസൂരി രോഗം പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരു കൂരയുണ്ടാക്കി വസൂരി വന്നയാളെ അതിലേക്ക് മാറ്റുകയാണ് പതിവ്. ആരെങ്കിലൊക്കെ മരുന്നോ വെള്ളമോ കൊടുത്താലായി എന്ന സ്ഥിതിയാണ്. ഇതിനിടയ്ക്ക് വേദന കൊണ്ട് രോഗി നിലവിളിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാമായിരുന്നു. ഈ ദുരിതത്തിൻ്റെ എല്ലാം അവസാനം രോഗി മരിച്ചു പോവുകയാണ് എങ്കിൽ ആ കൂരയടക്കം കത്തിച്ചു കളയും. എന്തൊരു ഭീകരതയാണ് എന്നാലോചിച്ചു നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ അമ്മയെയും പടവരമ്പത്തൊരു കൂരയുണ്ടാക്കി അതിലേക്ക് മാറ്റി. ഞാനാണെങ്കിൽ അന്ന് നന്നേ ചെറുപ്പം. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാച്ച് പിടിക്കുന്ന സമയത്ത് അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയി ആ പടവരമ്പത്ത് നിർത്തി കൈ ചൂണ്ടി കാണിക്കും.
ആ കുരയിലെ അമ്മയുണ്ട് എന്ന് പറയും. ഒരു പക്ഷേ ആ ഓലപ്പഴുതുകൾക്കിടയിലൂടെ അമ്മ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ഞാനൊന്നും അറിയാതെ കുറേ നേരം കഴിഞ്ഞ് തിരിച്ചു പോരും. അന്നൊക്കെ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളെ വിട്ടുപോയി എന്ന്. അമ്മ പോയതിന് ശേഷവും അതിൻ്റെ കുറവറിയിക്കാതെയാണ് അച്ഛൻ ഞങ്ങളെ വളർത്തിയത്. പക്ഷേ അധികം വൈകാതെ അച്ഛനും ജ്വരം പിടിപെട്ടു. മരണക്കിടക്കയിൽ അച്ഛൻ കിടക്കുമ്പോൾ ഉറക്കമില്ലാതെ പേടിച്ചരണ്ട് അമ്മയില്ലാത്ത ഞങ്ങൾക്ക് അച്ഛനെയെങ്കിലും തരണേ പൊന്നു തമ്പുരാനെ എന്ന് കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളുടെ വിളി കേട്ടില്ല. അമ്മയില്ലാത്ത ഞങ്ങളെ കുരുന്നുകളെ തരിച്ചാക്കി അച്ഛനും പോയി. അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കട്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അല്ല, നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലങ്ങളായിട്ട് സഖാവിൻ്റെ ശബ്ദം ആരും ഇങ്ങനെ സ്റ്റേജിൽ പറയുന്നില്ലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ശബ്ദം ഒന്ന് കേൾക്കുന്നത്. അതിലെ രണ്ടാമത്തെ ശബ്ദം, ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് സാധാരണ മിമിക്രിക്കാർ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. ഇപ്പോൾ കേട്ട ശബ്ദമാണ് റിയൽ ശബ്ദം, ലൈഫ്, ഗംഭീര ശബ്ദം. കാര്യം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ശബ്ദം ഏതാണെന്ന്. അത് ഇത്ര ഡിറ്റവായിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു കേട്ടോ. പ്രതിഭേട്ടാ, ചേട്ടൻ്റെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ചേട്ടാ ആദ്യം സ്പോട്ടാണോ അതോ? ആദ്യം സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടുപേരും ചോയ്സിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അവിടെയാണ് വരുന്നത്. PS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ്. ക്രൂരമായ മണ്ഡനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ലെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു. ഗംഭീരല്ലേ ടിനി ചേട്ടാ? ശരിക്കും ഇവർക്ക് മനസ്സിലായിട്ടില്ലേ ഇദ്ദേഹമാണ് ശബ്ദം കൊടുത്തിട്ടെന്നുള്ളത്. കാരണം അവിടെ നോക്കി കേൾക്കായിരുന്നല്ലേ. ഇത് ഒറിജിനൽ ഓഡിയോ ആയിരുന്നല്ലേ, ഇദ്ദേഹമാണ് വൈകിയാണ് കൊടുത്തത്. മനസ്സിലായല്ലേ? ഒരു രക്ഷയില്ലാത്തതായിട്ട്. അദ്ദേഹത്തിൻ്റെ ഇനി നോർമലി ഉള്ളൊരു ചോദ്യത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എങ്ങനെയാണെന്നുള്ളത്, അദ്ദേഹം എന്തുകൊണ്ട് വിവാഹം കഴിക്കാൻ ലേറ്റായി എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാനാകട്ടെ വിവാഹം കഴിക്കേണ്ട എന്ന് നിശ്ചയിച്ച ആളായിരുന്നു. എന്നാൽ MN ഗോവിന്ദ് നായരുടെ നാമധേയത്തിലുള്ള CPIയുടെ ഓഫീസിൻ്റെ ഒരു മുറിയിൽ സുഖമില്ലാതെ കിടന്ന സുഗുണൻ സാറിനെ കാണുവാനായി പോയപ്പോൾ അവശനായ അദ്ദേഹത്തെ പാർട്ടി പ്രവർത്തകർ എടുത്തുകൊണ്ടു പോകുന്നതും മറ്റും കാണുകയുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ തീരുമാനം മാറ്റുകയും 42ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. 2 കുട്ടികളുടെ പിതാവാണ്, 4 കുട്ടികളുടെ മൂത്തച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ മോഡുലേഷനും എല്ലാ ഭാവങ്ങളും അറിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് സ്പോട്ട് ഡബിങ് ഗംഭീരമായിട്ടോ. സിനിമ പറഞ്ഞ പോലെ അത് ആരാ ചെയ്തതെന്ന് ഇപ്പോഴും ഒരു സംശയം തോന്നുന്നു നമുക്ക്. ഗംഭീരം, ഗംഭീരം. താങ്ക് യു. അപ്പോൾ ബഹുമാനപ്പെട്ട VS സഖാവ് സാറിൻ്റെ ശബ്ദം നമ്മൾ കേട്ടു. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കൂടി ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ രൂപസാദൃശ്യമുള്ള അദ്ദേഹത്തെ ചെയ്യുന്ന ബ്രിജേഷ് ചേളാരി ചേട്ടനുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ചുവന്ന പുലരിയുദിക്കയായി വിളി കേൾക്കു നിങ്ങൾ സഖാക്കളെ, ചരിത്രഗാഥകൾ മാറ്റി എഴുതുക നേരമായി യുവധീരരെ, അടിച്ചമർത്തുകിലും
തകർക്കുകിലും ഉയർത്തെഴുന്നേറ്റുണർന്നവർ വിമോചകമാം കിനാവുകളായി ഇതാ പുതുചിറകടിച്ചു നിവർന്നു ചെങ്കൊടിയേന്തി ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് തങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട. ഇത് ഐറ്റം വേറെയാണ്. നമസ്കാരം, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. അതെ. നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഫസ്റ്റ് ടൈം ആണല്ലേ? ഇവിടെയാണ് വരാത്തത്, ബാക്കി എല്ലായിടത്തും പോയി. എന്തായാലും ഇവിടെ വന്നത് നല്ല സമയത്താണ്. ഈ സമയത്ത് വന്ന് നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ അവതരിപ്പിക്കുന്നത് ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ നടപ്പും ഇപ്പൊ നമുക്ക് ഈ വേദിയിൽ കാണാൻ പറ്റി. കുറെ ആക്ഷൻസുകളും നമുക്ക് കാണാൻ പറ്റി. ഗംഭീരമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ മുമ്പ് പിന്നെ ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ അന്ന് മീശയൊക്കെ ഇല്ലാതെ ഇപ്പൊ എന്തോ അതെ, ഇപ്പോൾ ഒരു ചെറിയൊരു പടം ഇങ്ങനെ ഓണായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഷെഡ്യൂളാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ഷൂട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മീശ വെച്ച്. അപ്പൊ നല്ലൊരു ഗൈഡ് പ്രൊഫഷൻ കൊടുക്കുക. VS സഖാവ് സാറിന്റെ ശബ്ദം നമ്മൾ കേട്ടു. അദ്ദേഹത്തിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്തു. വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത നമ്മൾ അറിഞ്ഞത്. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന, അദ്ദേഹത്തിന്റെ ആദർശത്തെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ദുഃഖം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആൾക്കാർ, അവസാനമായിട്ടൊന്ന് കാണാൻ ഒരുപാട് ആൾക്കാരാണ് പിന്നെ അദ്ദേഹത്തെ പൊതുദർശനത്തിൽ വെച്ച സ്ഥലത്തും യാത്രയിലും വന്നത്. അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് അദ്ദേഹം ആലപ്പുഴ എത്തിയത്. ഈ വരുന്ന യാത്രയിൽ ഒരുപാട് പേര് അദ്ദേഹത്തെ, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ വന്നു. നമ്മൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടു. പക്ഷെ അതിലേറ്റവും കൂടുതൽ കൗതുകരമായി തോന്നിയ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്പർശിച്ച ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും. ഒരു കുഞ്ഞു മോളിരുന്ന് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വീഡിയോ. ആ മോളിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്നേഹം നമ്മൾ VS സാറിനെ അറിയിക്കുന്ന ഈ സമയത്ത് ആ കുഞ്ഞുമോളും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. മോളെ വിളിക്കുന്നതിന് മുമ്പ് ആ വീഡിയോ നമുക്ക് കാണാം. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ, പോരാട്ടത്തിൻ പൊൻമുത്ത്, ധീരസഖാവേ ധീരസഖാവേ, 100 ചുവപ്പിൻ അഭിവാദ്യങ്ങൾ. ഓരോ മുദ്രാവാക്യത്തിലും VS സാറിനോടുള്ള സ്നേഹമുണ്ട്, ആ ആദർശത്തോടുള്ള റെസ്പെക്റ്റ് ഉണ്ട്. ഒരുപാട് സ്നേഹത്തോടെ അഭിമാനത്തോടെ ലെറ്റ്സ് വെൽക്കം സഖാവ് ഐറ. ഇതാണ് സഖാവ് ഐറ അല്ലേ? എല്ലാവർക്കും ഹായ് പറ. ഹായ്. സഖാവ് ഐറ, എത്രയിൽ സഖാവ് പഠിക്കുന്നു? എവിടെയാണ് പഠിക്കുന്നത്? പുറമറ്റ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സുഖമല്ലേ? ആ, ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. എന്ന് മുതലാണ് സഖാവായത്? ഇപ്പൊ 1ാം ക്ലാസ്സിലായതേ ഉള്ളൂ. അതെ, പണ്ടോട്ട്. അതെ, ചെറുപ്പത്തിലേ ആയതല്ലേ? ബിനീഷേട്ടനെ കണ്ടിരുന്നില്ലേ? ബിനീഷ് കൊടിയേരി ഒരുമിച്ച് ഫോട്ടോ ഇട്ടല്ലേ? ബിനീഷ് കുറിച്ചൊരു വാക്കുണ്ട്. അതായത് പലരും പറഞ്ഞു അവസാന കമ്മ്യൂണിസ്റ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് VSന്റെ ഇതിനെ കുറിച്ച്. അതിന് ഉദാഹരണമായിട്ട് കാണിച്ചത് ഈ സഖാവ് ഐറേനാണ്. തുടങ്ങുന്നേ ഉള്ളൂ, കമ്മ്യൂണിസ്റ്റുകൾ ജനിക്കുന്നുള്ള എന്നാണ് ബിനീഷെ കുറിച്ചിരുന്നത്. അന്നെ പഠിച്ചോ അത്രയും? അതാരാ പഠിപ്പിച്ചെന്നേ? മമ്മിയും ബാക്കിയുള്ളവര് കേട്ട് പറയുന്നേ. മമ്മിയും ബാക്കിയുള്ളവരൊക്കെ. ജീവ, മോളൊന്ന് വിളിക്കട്ടെ, നമുക്ക് ഏറ്റു വിളിച്ചാലോ? വിളിക്കാം. നമുക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം നമുക്ക് ഇങ്ങനെ അറിയിക്കാം. ഓക്കെ, നമുക്ക് പറഞ്ഞോ. കണ്ണേ കരളേ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങളെ ആകെ നയിച്ച സഖാവേ, ആര് പറഞ്ഞു മരിച്ചെന്ന്? ഇല്ല മരിച്ചിട്ടില്ല. ധീരസഖാവേ 100 ചുവപ്പിൻ അഭിവാദ്യങ്ങൾ. 1000 അഭിവാദ്യങ്ങൾ. മിടുക്കി, നല്ല കൈയുടെ എടുത്തേ. മിടുക്കി മോളാണ് കേട്ടോ. പാട്ടുമുണ്ട്. അപ്പൊ പാട്ടുകൂടെ കേൾക്കാം. മക്കൾ പാടാം. പാതയോരങ്ങളെ ഭൂതകാലങ്ങൾ
പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം വിശന്നിടുന്ന കുഞ്ഞിൻ്റെ ജാതിയേട് കൂട്ടാൻ കരഞ്ഞിടുന്ന കുഞ്ഞിൻ്റെ ജാതിയേട് മക്കളെ. അത്രേ ഉള്ളൂ. ഇടിക്കുമ്പോട്ടോ ഐറ. ഓ ഐറയല്ല, സഖാവ് ഐറ. അച്ഛൻ്റെ പേരെന്താ? ബർക്കത്തുള്ള. അമ്മയുടെയോ? റൂബിയത്ത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അമ്മ എവിടാ ജോലി ചെയ്യുന്നത്? എൻ്റെ സ്കൂളില്. ആ സ്കൂളിൽ ടീച്ചറാണോ? ടീച്ചറാണോ? ഭയങ്കര ടീച്ചറാണോ പാവൻ ടീച്ചറാണോ? ആലോചിച്ച് പാവ അല്ലേ. ഐറമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ക്ലാസ്സില്? അലീന. അപ്പൊ അലീനെ ഐറമ്മയുടെ ക്ലാസ്സിലുള്ള എല്ലാരെയും ഇവിടുത്തെ എല്ലാരും അന്വേഷിച്ചു പറഞ്ഞു കേട്ടോ. ഞങ്ങൾ എല്ലാവരും തിരക്കിയതായിട്ട് പറയണം കേട്ടോ. കൂടെ വന്ന അച്ഛനാണോ അമ്മയാണോ വന്നേ? അമ്മയുടെ ചേച്ചിയാ. അമ്മയുടെ ചേച്ചിയും കൂടി ഇങ്ങോട്ട് വിളിച്ച് നമുക്കൊരു ഹായ് പറഞ്ഞാലോ? വിളിക്കാം. അമ്മയുടെ ചേച്ചിയുടെ പേരെന്തുവാ? ജുമേലിത്ത്. നല്ലൊരു കൈഡിയോടുകൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഒത്തിരി സന്തോഷം. തല എവിടെയാ? അമ്പലപ്പുഴ. 10 വർഷം ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ മോളെ ജനിച്ചടം തൊട്ട് കൂടുതലും നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ കുഞ്ഞിനെ കഴിയുന്നതും പരിപാടികൾക്കെല്ലാം കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കുഞ്ഞിന് ഇതിനകത്തേക്ക് കൂടുതൽ ആവേശമുണ്ടായത്. നാളെ നമുക്ക് ഐറമോളിൽ നിന്ന് നല്ലൊരു പൊളിറ്റീഷ്യനെ കിട്ടില്ലെന്ന് ആര് കണ്ടു അല്ലേ? തീർച്ചയായിട്ടും. ഒരു MP MLA ഒക്കെ ആവണ്ടേ? ആവണം. എന്നിട്ട് നാടിന്റെ പുരോഗതിയിലേക്ക് നയിക്കണം. എന്നാലേ നമ്മുടെ പുതിയ തലമുറ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ നാട് ഭരിക്കേണ്ട ആളാണ്. അതാവും. ഇത് എന്നോട് പേര് പറഞ്ഞപ്പോ തന്നെ അതിനകത്തുള്ള ഷാർപ്നെസ് എനിക്ക് മനസ്സിലായി. സഖാവ് ഐറ. ലാൽ സലാം. അതുപോലെ തന്നെ മോള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കവി മുരുകൻ കാട്ടാക്കട. അപ്പോൾ അവൾ അവിടുന്ന് തന്നെ പ്ലാൻ ചെയ്ത് വന്നതാണ് സാറിന്റെ കവിതയിൽ 2 വരി പാടണം. വീണ്ടെടുക്കണം നമുക്ക് ഗാന്ധി തന്ന ഇന്ത്യ, മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം. സമയമായി ഉണർന്നെണീക്ക് സോദര, മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം. അമ്പലത്തിൽ പള്ളിയിൽ ആരാധനായ ഞങ്ങളിൽ ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് മുസ്ലിമാണ് നമ്മൾ. തെരഞ്ഞെടുപ്പിനെ പ്രവൃത്തം നിരന്ന് നിൽക്കമേ, ഇന്ത്യനാണ് നമ്മൾ. ഇന്ത്യ കാരണം മതേതരത്വ ഭാരതം മരിച്ചിടാതെ കണം. പുന്നപ്രയിൽ വയലാറ് കയ്യൂരിങ്കരി വെള്ളൂരിൽ അങ്ങ് വടക്ക് കൂത്തുപറമ്പിൽ ഞങ്ങൾക്കായി ഞങ്ങൾക്കായി മരിക്കുമ്പോഴും അയ്യോ എന്ന് വിളിക്കാതെ അമ്മേ എന്ന് പറയാതെ ദാജലത്തിന് കേഴാതെ ഇൻക്ലാബ് വിളിച്ചവര് ധീരരത്ത സാക്ഷികളെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംവരുടെ പ്രേക്ഷകരുടെയും ഇവിടെ ഇരിക്കുന്നവരുടെ ആംഗിൾമാരുടെയും എല്ലാവരും ഞങ്ങളെ എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ സഖാവ് ഐറയ്ക്ക്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ടിനിച്ചേട്ടാ, പ്രസാദ് ഏട്ടാ, നസീർക്ക. കൂടുതൽ ചിരിക്കാനും കൂടുതൽ സ്കിറ്റ് കാണാനും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം. ഗുഡ് നൈറ്റ്.